കൊടുത്തേക്ക് കടലിൽ ഓടിക്കണേ. നമുക്കങ്ങനെ മുകളിലേക്ക് പോകാം. കേബിൾ കാർ മാത്രമേ ഉള്ളൂ എന്നുണ്ടത് ഇവിടുന്ന്. ഞാൻ എൻ്റെ ട്രിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയതാണ്. അതായത് നമ്മൾ വീണ്ടും എൻജോയ് ചെയ്ത് വീണ്ടും പോവുകയാണ്. ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ കൂടെ കേട്ടോ. നമ്മളെ ഇസ്തിമുഷ് നിസാർ സാറെ കൂടെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മൾ ആദ്യം പോകുമ്പോൾ മേഘാലയ, ആസാം അങ്ങനെ ഭാഗങ്ങൾ നോർത്ത് ഈസ്റ്റ് കവർ ചെയ്തിട്ട് ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പ്ലാന് വഴി നമുക്ക് 1 by 1 എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇവരെ കൂടെ കൂടിയിട്ടുണ്ടോ. നമ്മൾ നിൽക്കുന്നത് ആസാമിലാണ്. ആസാമിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് അമ്പലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് കിട്ടും. ഇത് ഇവിടുത്തെ ടോയ്ലറ്റാണ്. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. ഇത് റെയിൽവേന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയ പാട് കാണുന്ന കാഴ്ച കേട്ടോ. ഞങ്ങൾ ഏതായാലും റൂമൊക്കെ പോവുകയാണ്. ഒരു ഹോസ്റ്റൽ സെറ്റായിട്ടുണ്ട്. 120 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് പറഞ്ഞത്. ഞാൻ അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് കാഴ്ചയിൽ കാണാൻ പോകും. ഏകദേശം ഒരു 56 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ ആരാണ് എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. ഇതാണ് നമ്മൾ റൂം കേട്ടോ. ഹോസ്റ്റലിരുന്ന് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. ഭക്ഷണം കഴിക്കണം, പുറത്തെ കാഴ്ചകളൊക്കെ കാണണം. അങ്ങനെ ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. എന്താണ് ഇവിടുത്തെ ബസ്, പ്രൈവറ്റ് ബസ് കാര്യങ്ങളൊക്കെ പാടാം. നമ്മുടെ നാട്ടിലത്തെ അത്ര എനിക്ക് തോന്നിയില്ല ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും. പിന്നെ പുറത്ത് ഭക്ഷണത്തിന് നോക്കുകയാണെങ്കിൽ 120 രൂപ, 60 രൂപ, അങ്ങനെ പല റേഞ്ചിൽ കാറ്റഗറി ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രീറ്റ് ആട്ടോ. ജസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റ് ഒന്നുമല്ല. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മളിതാ ഈ കരിമ്പ് ജ്യൂസൊക്കെ പണ്ടത്തെ കാലത്തെ കേട്ടോ. നമ്മൾ കയ്യുമ്പോൾ തിരിച്ചിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ കണ്ടതാണ്, ഇപ്പോൾ നേരിൽ കാണാൻ പറ്റിയത്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ട് വഴിയിൽ. ഫ്രൂട്ട്സിന് പറഞ്ഞാൽ അധികം റേറ്റ് ഒന്നുമില്ല. അതായത് കിലാത്തിനല്ല, പഴക്ക ഒരു തോക്കാന്ന് പറഞ്ഞ കണക്കിന് 60 രൂപ, 70 രൂപ, 100 രൂപ, അങ്ങനെ പല റേഞ്ചും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ ഒരു സ്വാമിയം പോണ വഴിയിൽ കണ്ടതാണ് മുളകൊക്കെ പാടെ കൂട്ടി വെച്ച് നിൽക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ ബസാറാണ് ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡ്. ഇത് കുറേ ദൂരത്തുണ്ടായിരുന്നു കേട്ടോ. 100 രൂപ, 120 രൂപ, 50 രൂപയൊക്കെ നല്ല ടീഷർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും പിന്നെ വാങ്ങാന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾ ആരും ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. നാടോടികളാണെന്ന് തോന്നുന്നു കണ്ട്. ഈ ഒരു കാഴ്ച നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എത്തിച്ചത്. ഇത് റൈസ് മില്ലാണ്, സഞ്ചരിക്കുന്ന റൈസ് മില്ലാണ്. ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷം ഇവർ ഇതുപോലെ ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചാൽ അവിടെ വന്നിട്ട് മില്ല് പോലെ പൊടിച്ചു കൊടുക്കും. ഇനി അരി, വെളിച്ചെണ്ണ മാത്രമല്ല ചേട്ടാ, അരി അതുപോലെ പയറ്, ധാന്യങ്ങളൊക്കെ ഇതുപോലെ മുകളിലിട്ടിട്ട് നമ്മൾ നാട്ടിലത്തെ തന്നെ പ്രൊസീജിയർ തന്നെ. നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ മോട്ടറും നമ്മൾ ടയറും കൂടി വണ്ടീൻ്റെ കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ആ ടയർ ഡിസ്കണക്ട് ചെയ്തിട്ടുകൊണ്ട് അതിന് മുകളിലൊരു ചോക്ക് വലിച്ചിട്ടാണ്ട് സാധനം കണക്ട് ചെയ്യുന്നതാണിത്. വണ്ടിയുടെ റണ്ണിങ് ആവും ചെയ്യും, പരിപാടി ഇവിടെ നടക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോണത് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. വൃത്തി വളരെ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സൈക്കിളല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. നല്ല റഷ് ആയിരുന്നു ടൗണൊക്കെ. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ ടൈമിൽ കേട്ടോ. ഏകദേശം ഒരു 28, 32 ആ ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ ഉള്ളിലാണ് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലം അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്ന പൂക്കളും കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. ആദ്യം പോകുമ്പോൾ പീക്കോക്ക് ഐലാൻഡ് പറഞ്ഞ ഐർലാൻഡ് ഉണ്ട്. അതിലേക്കാണ് പോണത്. അതിന് ഇവിടുന്ന് നമ്മൾ പോകണമെന്ന് ഷിപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. പ്രൈവറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആകുമ്പോൾ ടൈമിൽ എപ്പോഴും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ പറ്റും. പ്രൈവറ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് കേട്ടോ. ഇതിലേക്ക് ഷിപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ 45 രൂപയാണ്. ഗവൺമെൻറ് ടൈം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ പാടുണ്ട്. പ്രൈവറ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോൾ ചെന്നാലും റിട്ടേൺ വരും. അവിടുന്ന് ഒരു 3-4 ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് 2 ടീമാണ് നടത്തുന്നത്. ഒരാളത് 4 ബോട്ടും ഒരാളത് 12 ബോട്ടും ഉണ്ട്. ഇതൊക്കെയാണ് ഒരു അവസ്ഥയിൽ കൂടി നടന്ന് അങ്ങോട്ട് പോകണം. മഴക്കാലത്തൊന്നും ഇത് പോസിബിൾ അല്ല. കാരണം അത്യാവശ്യം നല്ല ഫഡ് ഉണ്ടാവുന്ന ഏരിയയാണ് ഇവിടെ. കാരണം നിലത്തുള്ളതൊക്കെ ഒഴുകി വന്ന ചേടി പോലത്തെ ഒരു മണ്ണാട്ടോ. അതാണ് പറയാൻ കാരണം. ഇവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചളിയിൽ കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോണ വഴിക്ക്. ഈ ഫില്ലർ കണ്ടില്ലേ, ഇത് മഴക്കാലത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൽ വെള്ളം വരുന്നതനുസരിച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പൊന്താൻ വേണ്ടിയുള്ള സജ്ജീകരണത്തിൽ സെറ്റ് ചെയ്ത് കേട്ടോ. ഓട്ടോമാറ്റിക് മുകൾക്ക് ഇങ്ങനെ പൊന്തി വരും, വെള്ളം കുറഞ്ഞ താഴത്തേക്ക് താഴ്ന്നു വരും. അങ്ങനത്തെ സെറ്റപ്പ് ചെയ്തതിന് നമ്മളിത് സാധനം കണ്ടിരിക്കുന്നത് എവിടെ എന്ന് വെച്ചാൽ, ഇതിന് മുന്നേ നമ്മൾ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഫില്ലറിൻ്റെ ഉള്ളിൽ ലോക്കാക്കി വെച്ചതാണ്. അപ്പോൾ ഫ്ലഡ് വന്നാലും വിഷയമുള്ള കാര്യമില്ല. വെള്ളം മുകൾക്ക് പൊന്തുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫ്ലോട്ട് ചെയ്ത് മുകൾക്ക് പോകും. വെള്ളം താന്ന് പോകുന്നതിന് ലിഫ്റ്റ് താഴേക്കും വരും. അങ്ങനെ മണ്ണ് കണ്ടില്ല, ഈ മണ്ണ് ഞാൻ പറഞ്ഞത്, ഇത് ഫ്ലഡിന് പോലത്തെ ഒരു മണ്ണാണിത്. കുറേ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന നദി കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏക പുരുഷ നദിയിലാട്ടോ നിൽക്കുന്നത്. ബ്രഹ്മപുത്രയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്തായാലും നമ്മളെ ബോട്ടാണിത്. 200 രൂപ പെർ ഹെഡ് നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഉള്ളിൽ കയറി. നല്ല ചൂടാണ്. നമ്മൾ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ സിമിലർ ആണെന്നുണ്ടെങ്കിലും യാത്ര ചെയ്ത ടൈമിൽ ചൂട് നമുക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ പീക്കോക്ക് ഐലാൻഡിലേക്ക് പോകുന്നുണ്ട്. ആ മുന്നിൽ കാണുന്ന ഐലാൻഡാണ് പീക്കോക്ക് ഐലാൻഡ്. അതിൻ്റെ ഉള്ളിൽ മന്ദിറുണ്ട്, അതിന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് വല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമ്മളെ സാറ് പറഞ്ഞതിന് അതിൻ്റെ ചരിത്രം കാര്യങ്ങൾ കൂടെ നമ്മളത് കാണാൻ മുകളിലേക്ക് പോകാം.
ഇതാണ് ടെമ്പിൾ ഇട്ടാ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് മുകൾക്കൊരു 10-20 സ്റ്റെപ്പ് കാണുന്നു. മുകളിൽ ടെമ്പിൾ ഇതാണ് കാണുന്നത്. ടെമ്പിൾ ഓക്കെ കയറുന്ന തല ശ്രദ്ധിക്കുക. കുഴങ്ങിയാ ഇതാണ് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചപ്പാണ്. ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് പിന്നെ പറഞ്ഞു. പക്ഷേ ഈ മുകളിൽ ഈ ഭാഗത്തെത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. നേരത്തെ ടൈമിൽ നല്ല ചൂട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പാണ്. മുകൾ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ ഇതേപോലെ എന്തോ ഒരു പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ല കറക്റ്റ്. മീൻസ് അറിയാത്ത കാര്യം വെറുതെ പറയണ്ടല്ലോ. പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. കാരണം സൺ ടൈം അടിച്ച് പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ വിഷയം വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അധികം വെള്ളം. അതുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ പെട്ടെന്ന് പോകണി. അതിൻ്റെ റെക്കോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല ടയർഡായിരുന്നു ഈ ഭാഗത്ത് എത്തിയ ടൈമിൽ കേട്ടോ. നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് കാമാത്തിയ ടെമ്പിളാണ്. കാമാത്തിയ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മളെ ഇന്ത്യയിലെ ഇപ്പം നിലവിൽ ഉള്ള യോനി പൂജ നടത്തുന്ന ഒരു അമ്പലം കൂടി ഇട്ടത്. ഇതിനുള്ളിൽ നമ്മൾ കാഴ്ചയിൽ കാണാൻ വേണ്ടി പോണത്. നമ്മൾ ഇതുവരെ വന്നത് ഒരു ബസ്സിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ ബസ് കണക്ട് ചെയ്ത് കയറണം കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യയിലുള്ളത് ഞാൻ പറഞ്ഞ പോലത്തെ ഒരേ ഒരു യോനി പൂജ നടത്തുന്ന ഒരു അമ്പലമാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും സ്ട്രീറ്റിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആവശ്യമായ സാധനങ്ങളും സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തുണ്ട്. വാങ്ങിയിട്ട് പോകാം. ഓരോരുത്തർ വഴിപാട് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് മുകൾക്ക്. ഇതാണല്ലേ അത്? രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? അതാണ് രുദ്രാക്ഷം തൊലി കളഞ്ഞത്. ചിലപ്പം കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളതൊക്കെ. ഇവിടെ ഫുള്ള് ക്ഷേത്രപരമായിട്ടുള്ള സാധനങ്ങളുണ്ട് ഈ ഭാഗത്തൊക്കെ കിട്ടുള്ളത്. എടുക്കാം. ഇതാണ് ആ ക്ഷേത്രം കേട്ടോ. മുകൾക്ക് എത്തിക്കണം. നമ്മളവിടെ SBI ATM ഉണ്ട്. ഇല്ലല്ലേ? ATM ഉണ്ട്. പൂജ എന്തോ കാര്യം നടക്കുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിലാണ് വന്നാലെല്ലാം അറിയാൻ പറ്റുക. സ്റ്റോർസ് ഇതാ. ഇവിടെ എൻട്രൻസ് ഇട്ടാ. എന്താണോ അപ്പോൾ വരും. ഡോണ്ട് വറി. ഇതാട്ടോ ടെമ്പിള്. നേരത്തെ വന്നതിൻ്റെ സൈഡ് വശമാണ് തോന്നുന്നത്. മീൻസ് ഫ്രണ്ട് ഇതാണ് വ്യൂ. ധാരാളം ആൾക്കാരുണ്ടല്ലോ. എവിടെ വെച്ചാലും ഫ്രെയിം തന്നെ ഇവിടെയൊക്കെ. ആടുതാ അടച്ചറബ കുത്ത് വരുന്ന വഴി അറിയില്ല. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാതെ യൂസ് ചെയ്തില്ല കേട്ടോ. മീൻസ് കുറേ കാര്യങ്ങൾ പഠിക്കാനും കാര്യം കാണാനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നല്ല സൺ ടൈൻ അടിച്ചതിന് ശേഷം വെള്ളം കൂടി കൊണ്ടതിന് ശേഷം നല്ല ചൂടിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഷൂട്ടിങ് ചെയ്തില്ല. പിന്നെ ഒരു കല്യാണം നടക്കുന്നത് ഞങ്ങൾ വന്ന ടൈമിൽ. പിന്നെ അമ്പലമല്ല, അതിൻ്റെ മര്യാദ നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് വല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല. നവവധു വരനും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളത്തെ വീഡിയോ ഒക്കെ നല്ല അടിപൊളി കളർഫുൾ ആകും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റാക്കി രേഖപ്പെടുത്തി അറിയിക്കണം. എന്താണ് ഇനി വേണ്ടത്, എങ്ങനെയാണ് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട്. അതുവരെ ബൈ.